ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ വർക്കിന് ഇറങ്ങുന്ന സമയം 7:03 കേട്ടോ. നല്ല മഴയാണ്, കുടയില്ല, മേലെയാണ് വണ്ടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് മഴ നനഞ്ഞ് പോകണം. അപ്പോൾ ഒന്നാണ് ചോരൊന്ന് നോക്കി നോക്കട്ടെ. രാവിലെ ഇറങ്ങാനേ എങ്ങനെയെങ്കിലൊക്കെ ഒരു തടസ്സം ഉണ്ടാവും. ഇപ്പോൾ എന്താണ്ടോ നമ്മളൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. മഴ ചെറുതായിട്ടുണ്ടായിരുന്നു, അതൊന്ന് സ്പീഡ് കൂടി. ഞാൻ വണ്ടിക്ക് വന്നിട്ടോ, കുറച്ചൊന്ന് നനഞ്ഞ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോഴേ വേഗം വണ്ടി, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറയാൻ ചാൻസ് ഇല്ല. വേഗം സ്റ്റാർട്ട് ചെയ്തിട്ട് വർക്ക് തുടങ്ങട്ടെ. നമ്മൾ റാപ്പിഡോനെ ഒരു അപ്ഡേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അപ്ഡേറ്റ് ആവട്ടെ. ഊബറിന് അപ്ഡേഷനൊന്നും ഇല്ല. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. CNG ഒക്കെ 2 ദിവസം മുമ്പ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ലീവായിരുന്നു, ഇന്നലെ ഓടിയില്ല. അപ്പോൾ ബിയിൽ ഇതൊരു 0 കിടക്കുന്നത് 0 ആക്കിയിട്ടുണ്ട്. 2 കട്ട പെട്രോളും ഉണ്ട്. എത്ര 6, 7, 8 കട്ട CNG ഉണ്ട്. നമ്മളെ വണ്ടി ഇപ്പോൾ ടോട്ടൽ 1,02,593 കിലോമീറ്റർ ആയിട്ടോ. അപ്ഡേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ഓണാക്കാൻ നിൽക്കാൻ. അപ്പോൾ നമ്മൾ റിൻഷിത് വിളിച്ചിട്ടുണ്ടായിരുന്നു. കുണ്ടമ്പാലത്തേക്ക് ചായ കുടിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ റൂം NADയിലാണ്. അപ്പോൾ അവിടുന്ന് കളമശ്ശേരിയിൽ നിന്ന് CNG ഒക്കെ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരുമിച്ച് ചായ അടിച്ചിട്ട് ഇനി ഓണാക്കാം. ചെറുതായിട്ട് ഇങ്ങനെ വിശക്കണമുണ്ട്. അപ്പോൾ പിന്നെ ഫസ്റ്റ് തന്നെ ഒരു ചായയും ചെറിയ കടിയും എന്തെങ്കിലും കഴിച്ചാലേ കുറച്ച് നേരത്തിന് അത് നിന്നോളൂ. നമ്മളെ ചെക്കൻ വന്നിട്ടുണ്ട് കേട്ടോ, റിൻഷിത് വന്നിട്ടുണ്ട്. അവനെ നമ്മളോട് ചായ അടിച്ചാലാണ്ട് അവിടുന്ന് പുട്ടും ചായയും കുടിച്ചിക്കണേ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചായയും ഒരു കപ്പ് കേക്കും വാങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് നമ്മളല്ലേ. ഇല്ലല്ല, മൂന്ന് കഷ്ണം പുട്ടും കഴിച്ചിട്ട് ഇനി ഇതിമൊന്നും വേണം എനിക്ക് പൊട്ട്. 7:49 ആയപ്പോൾ ഊബർ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഊബറും റാപ്പിഡോയും ഓണാക്കിയിട്ടുണ്ട്. റിൻഷിതിന് അപ്പത്തിന് ട്രിപ്പ് അടിച്ച് പോയിട്ടോ. കങ്ങരപ്പടിയിൽ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ട്രിപ്പ് അടിച്ചു, റിസർവേഷൻ ട്രിപ്പ്. അത് ഞാൻ എടുത്തില്ല. അതിന് എപ്പോഴാണ് ടൈം എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മളെ കൊല്ലംകുടി മുകൾ ഭാഗത്തേക്ക് പോയോട്ടെ. നമുക്ക് റാപ്പിഡോയിലൊരു ഫാത്തിൻ്റെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 236 എത്ര രൂപ ഉണ്ട്. അത് 2 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഡ്രോപ്പ് 8 എത്ര കിലോമീറ്റർ ഉള്ളൂ. 236 രൂപ കേട്ടോ കണ്ടത്. അപ്പോൾ ഇതെടുത്ത് പോവാം. ഞാൻ ഊബർ ഓഫ് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മളെ കൈനീട്ട ട്രിപ്പ് റാപ്പിഡോയിലാട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ കൈനീട്ട ട്രിപ്പ് റാപ്പിഡോയിലാണ്. ഇതാണ് ലാഭം. 8 കിലോമീറ്ററിന് 236 രൂപ കേട്ടോ. ഇതിൽ ഫെയർ ഉണ്ടത്. ഇന്ന് നമ്മൾ ഫുള്ള് റാപ്പിഡോയിലാട്ടോ ട്രിപ്പ് ഓടിയിട്ടുള്ളത്. ഇതിപ്പോൾ 5ാമത്തെ 4ാമത്തെ ട്രിപ്പാണ്. ഇതിപ്പോൾ ഒരു ട്രിപ്പേ ഫുള്ള് നമ്മൾ റാപ്പിഡോയിൽ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അടുത്ത ട്രിപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഊബർ ഇപ്പോൾ ഇതുവരെ ഓണാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. മഴ രാവിലെ തുടങ്ങിയത്, അതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിൽക്കാണ്ട് ഇങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴ ആയിട്ട് ഇങ്ങനെ പെയ്യാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് എവിടെയും സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. നിൽക്കാണ്ട് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഊബർ ഞാൻ ഇതുവരെ ഓണാക്കിയില്ല കേട്ടോ. നല്ല നല്ല ട്രിപ്പുകൾ റാപ്പിഡോയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്ന ട്രിപ്പേ കസ്റ്റമറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ഇങ്ങനെ റാപ്പിഡോ ബുക്ക് ചെയ്തതിന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു ഡ്രോപ്പിലാണ്, റാപ്പിഡോൻ്റെ തന്നെ ഡ്രോപ്പിലാണ്, നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ഡ്രോപ്പ് ഉള്ളത് കാരണം. അപ്പോൾ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ക്യാൻസൽ ചെയ്യില്ലല്ലോ ചോദിച്ചു. ഇവിടെ ഈ പാലത്തിൻ്റെ അവിടെ നല്ല ബ്ലോക്ക് ഉണ്ട്. നമ്മളെ ഗ്രാൻഡ് ഹയാത്തേക്ക് പോകണ ആ ഭാഗമാണിത്. ഇവിടെ എപ്പോഴും നല്ല ബ്ലോക്കാണ്. ഈവനിങ് ആണ് ബ്ലോക്ക് ഉണ്ടാവല്. ഇപ്പോൾ രാവിലെയും ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചതാവും. അപ്പോൾ ഞാൻ എന്തായാലും ക്യാൻസൽ ചെയ്യണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോടാണ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. 1.8 കിലോമീറ്റർ ഉള്ളൂ, പക്ഷെ 13 മിനിറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോവാക്കാൻ പറ്റില്ലല്ലോ. ചെറിയ ട്രിപ്പാട്ടോ, 2-3 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ 196 അങ്ങനെ എന്തോ ഫെയർ ഉണ്ട്. കുഴപ്പമില്ല, നമ്മൾ പിക്കപ്പിന് ഇനി ഇത്ര സമയം എടുത്താലും കുഴപ്പമില്ല. അതുകൊണ്ട് 1.7 കിലോമീറ്റർ ഉണ്ട്, 12 മിനിറ്റ്. ഞാൻ അത്ര ബ്ലോക്ക് ഉണ്ടാവും എന്ന് കരുതിയില്ല. പിന്നെ നമ്മൾ ആ റൗണ്ട് വരെ ഉള്ളൂ ബ്ലോക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് ഇല്ല. അവിടുന്ന് റേറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഫ്ലാറ്റിൽ നിന്നാണ് കേട്ടോ പിക്കപ്പ് ഉള്ളത്. ഇപ്പോൾ കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ടവർ 5-ലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും ചെന്ന് നോക്കട്ടെ. ഇവിടെ കുറേ ടവർ ഉണ്ട്. ആ ഫ്രണ്ടിൽ ഇതൊരു ബോർഡുമേ എഴുതി വെച്ചിട്ടുണ്ട് ടവർ 5 വരെ ഉണ്ട് കേട്ടോ. ഹലോ സെക്യൂരിറ്റിക്ക് ഒന്ന് ഫോൺ കൊടുക്കുവോ? അല്ല, അവിടുന്ന് പോന്നു, പോയിക്കോന്ന് പറഞ്ഞു. കേട്ടോട്ടു. ഓക്കെ. അതെ, സെക്യൂരിറ്റിന്റെ അവിടെ നിർത്തിയിട്ട് ഫ്ലാറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ ടവർ 5 ആണ്, റിസപ്ഷനിൽ ഉണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഇത് കിട്ടണം, ഫ്ലാറ്റ് നമ്പറും കിട്ടണം. അപ്പോൾ അവിടെ ബാക്കിൽ വണ്ടി വന്നപ്പോൾ എന്നോട് പോയിക്കോന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് കസ്റ്റമറിന് ഒരു മെസ്സേജ് വിട്ടീന് ഫ്ലൈറ്റ് നമ്പർ എത്ര വെച്ചാണ്ട്. അതാണ് കസ്റ്റമർ ഇപ്പോൾ കോൾ ചെയ്തത്. അപ്പോൾ 5-ലുണ്ട് ഇവിടെ. ഇനി 5-ന്റെ റിസപ്ഷന് എവിടെയെന്ന് അറിയില്ല. ഇവിടെ പാർക്കിംഗ് ഇവിടെയാണ്. ഇതിൻ്റെ റിസപ്ഷൻ ഇപ്പോൾ എവിടെ അതാണ് പറയാത്തത്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് തോന്നുന്നുണ്ട്. ഇവിടേക്ക് ഏതായാലും കയറ്റി നോക്കി നോക്കട്ടെ. ചേട്ടാ, ഇതാണോ റിസപ്ഷന് ടവർ 5? നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് 2 റിസപ്ഷൻ ഉണ്ടോ തോന്നുന്നു. കസ്റ്റമർ ഇവിടെ കാണാനില്ല. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, ഈ അണ്ടർഗ്രൗണ്ടിലുള്ളതല്ലേ ഇതല്ലേ പാർക്കിങ്ങിന്റെ അവിടെ?
ആ പാർക്കിങ്ങിന്റെ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. എന്റെ അച്ഛനാ വരുന്നത്, താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ലിസ്റ്റില്ല. വന്നു. അങ്ങനെ നമ്മളെല്ലാ ട്രിപ്പും കഴിഞ്ഞിട്ടോ. നമ്മളെ റാപ്പിഡോയിൽ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. മറ്റേത് ഒരു ട്രിപ്പ് കഴിയുമ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ടോട്ടൽ ഇവിടെ എത്ര ട്രിപ്പ് ഓടി റാപ്പിഡോയിൽ? 7 ട്രിപ്പ് ഓടിയിട്ടെന്ന്. സമയം 10:47 അപ്പോൾ ഞാൻ അടുത്ത റീചാർജ് മോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ റീചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത റീചാർജ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഊബർ ഇപ്പോൾ ജസ്റ്റ് ഓണാക്കി. ഇതുവരെ ഓണാക്കി എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായില്ല, കാരണം റാപ്പിഡോയിൽ അപ്പം തന്നെ ട്രിപ്പ് അടിച്ചുകൊണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ക്യാഷ് ട്രിപ്പ് ബ്ലോക്ക് ആയിക്കണമെന്നാണ് ഊബറുകാർ പറയുന്നത്. 2 ദിവസം ലേറ്റ് ആയിക്കണോ. അപ്പോൾ ഞാൻ ഇത് അടച്ചിട്ടുണ്ടായില്ല. അടക്കണതിന് മുമ്പ് ഇത് ഓണാക്കാനേ സമയം കിട്ടിയില്ല. അപ്പോൾ തന്നെ റാപ്പിഡോയിൽ ഇങ്ങനെ ട്രിപ്പ് ചെയ്യില്ലേ. അപ്പോൾ നമ്മൾ കറക്റ്റ് കലൂര് ഭാഗത്തുള്ളത്. കലൂര് മെയിൻ റോഡാണ് കാണുന്നത് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ട്രിപ്പ് അടിക്കണമൊന്നുമില്ല. എനിക്കൊന്നിനെ ആ തിരക്ക് കഴിഞ്ഞോണ്ട് എനിക്കൊന്നിനെ രാവിലത്തെ പീക്ക് ടൈമിൻ്റെ തിരക്കായിരിക്കും. എന്താ അറിയില്ല. എന്തായാലും നല്ല ട്രിപ്പായിരുന്നു റാപ്പിഡോയിൽ. ചെറിയ ട്രിപ്പുകൾ നോക്കിയാണ്ട് ഇങ്ങനെ ബ്ലോക്ക് ഇല്ലാണ്ട് എടുത്തു നോക്കിയതാ. അങ്ങനെ നമ്മൾ ഊബറിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ട്രിപ്പ് അടിക്കുമായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ നല്ല ട്രിപ്പുകൾ എടുക്കാൻ പറ്റുള്ളൂ. നല്ല ബ്ലോക്കിലെ ട്രിപ്പുകളൊന്നും എടുക്കാൻ പറ്റില്ല. ഒരു 300 രൂപയ്ക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. 296 രൂപയാണ് കണ്ടത്. അപ്പോൾ ഇത് ഊബർ വീണ്ടും ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. ഇത് കസ്റ്റമർ ഓക്കെ. ഇത് നമുക്കേ ഇവിടെ കുറച്ച് സ്ട്രൈറ്റ് പോയിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മെയിൻ റോഡ് ഉണ്ട്. അതിൽ കൂടി പോയിട്ട് പിന്നെ സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുക്കാനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ തന്നെ ഒരു വഴി ഉണ്ട് ഇതുണ്ടോ. അപ്പോൾ പിക്കപ്പ് ദൂരം കുറയും. നമ്മളെ പിക്കപ്പ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിവിടെ കലൂര് ഭാഗത്തൊരു വീഗാലാൻഡ് ഫ്ലാറ്റ് എന്നാട്ടോ പിക്കപ്പ് ഉള്ളത്. ഇതിപ്പോഴത്തെ ടൈമിനനുസരിച്ചുള്ള വലിയൊരു ലാഭമുള്ള ട്രിപ്പല്ല കേട്ടോ. കാരണം ഇതുവരെ ഞാൻ ഓടിയത് 3 കിലോമീറ്റർ 160 അങ്ങനെയൊക്കെയാണ് ഓടിയത്. ചെറിയ കിലോമീറ്റർ നല്ല റേറ്റും. ഇതിപ്പോൾ ഏകദേശം 12 പോയിന്റ് എത്ര കിലോമീറ്റർ ഉണ്ട്. 296 ഉണ്ട്. ലാഭം തന്നെയാണ്. എപ്പോഴുള്ള സാധാരണ റേറ്റിനെക്കാട്ടിലും ലാഭമുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു മഴൻ്റെയും ഇപ്പോൾ ഇതുവരെ അടിച്ച ട്രിപ്പ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്ര വലിയ ലാഭമല്ല. എന്നാലും കുഴപ്പമില്ല. ഞാനെന്തായാലും ഹഫീസാട്ടോ കസ്റ്റമറുടെ പേര്. ഇത് നമ്മളെ വില്ലിംഗ്ടൺ ഐലൻഡിലേക്കാണ് ഡ്രോപ്പ് ഉള്ളത്. അപ്പോൾ ഏതായാലും അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം, കസ്റ്റമർ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ റാപ്പിഡോൻ്റെ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. അതിന് നമുക്ക് 297 രൂപ ഇട്ട് കിട്ടിയത്. 12.5 കിലോമീറ്റർ 36 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 23 രൂപ പെർ കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഊബർ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഊബറിൽ ഇന്ന് 0 ഏണിങ്സ് ആണ്. ഞാനിവിടെ ഐലൻഡിൽ വെയിറ്റ് ചെയ്യണില്ല. ഞാൻ ഏട്ടൻ്റെ വൈഫ് ഹൗസിലേക്കൊന്ന് ചെന്ന് നോക്കട്ടെ. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ തോപ്പുംപടിക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ല ട്രിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ എടുത്തോടാം. ഇല്ലാന്നുണ്ടെങ്കിൽ നേരം കയറാം. അവിടെ എത്തിയിട്ടും ട്രിപ്പ് അടിക്കണില്ല എന്നുണ്ടെങ്കിൽ ഊബർ ഓഫ് ചെയ്തിട്ട് കയറേണ്ടി വരും. ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ച് ഊബറിൽ 7 കിലോമീറ്റർ പിക്കപ്പ് മേച്ച ട്രിപ്പാട്ടോ വന്നത്. അത് ഞാൻ എടുത്തിട്ടില്ല. നമുക്കിങ്ങനെ ഏതായാലും ചെന്ന് നോക്കട്ടെ. 11:45 നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ റാപ്പിഡോ ഓഫ് ചെയ്ത് പോരുന്ന വഴിക്കേ ഊബറിൽ കുറേ ട്രിപ്പുകൾ ഇങ്ങനെ അടിക്കുന്നുണ്ടായിന്. റാപ്പിഡോയിലൊന്നും അടിച്ചില്ല. ഊബറിൽ ആദ്യം 2 ലോക്കൽ ചെറുതടിച്ചാൽ ഒഴിവാക്കി. പിന്നെ ഒരു 1300 രൂപക്ക് 63 കിലോമീറ്ററിൻ്റെ ട്രിപ്പ് അടിച്ച്. പക്ഷെ അത് എപ്പോഴും വരുന്ന പോലെയല്ല, വേറെ എന്തൊക്കെയോ ഒരു സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്കം പോലെ ഇങ്ങനെ വായിച്ച് നോക്കി ലാസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിന് കിട്ടിയില്ല. പിന്നെ അപ്പം തന്നെ 660 രൂപക്ക് പള്ളിമുക്കിലേക്കൊരു ട്രിപ്പ്. അത് എന്താണ് അങ്ങനെ വന്നേ അറിയില്ല. അതും കിട്ടിയില്ല. അത് മേച്ച ട്രിപ്പ് തന്നെ. അപ്പം ഇനി ഏതായാലും ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം യുനോ കാർഡ് കളിച്ചിട്ട് ഇവിടെ വന്നാൽ പിന്നെ ഗെയിം കളിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോൾ കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇറങ്ങാം. അങ്ങനെ കേസ് ഒരു 12:30 ആയപ്പോൾ ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഊബർ ഓട്ടം നടക്കൂല. എന്താ സംഭവം ചോദിച്ചാൽ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർജൻറ്റായിട്ടൊന്ന് വീട്ടിൽ പോകണം. ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്. അപ്പോൾ ഞാൻ ട്രെയിനിന് പോകാനൊക്കെ എഴുതിനെ. പിന്നെ ഇന്നലെ മിന്നാന്നൊക്കെ ലീവായിരുന്നു. അപ്പം ഇനി പോണ വഴിക്ക് വല്ല ട്രിപ്പ് അടിച്ചിട്ട് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരുന്നൊന്നും ട്രിപ്പ് എടുത്ത് പോരാലോ. അല്ലെങ്കിൽ പോകണമെന്നും ലീവായിരിക്കും, വരുന്നൊന്നും ലീവായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ലീവായിരുന്നേ. അപ്പോൾ ആ കിട്ടുന്ന ട്രിപ്പേലും കിട്ടിക്കോട്ടെ എഴുതിയിട്ട് വണ്ടി കൊണ്ട് പോകാനാണ് ഇപ്പോൾ പ്ലാന് മലപ്പുറത്തേക്ക്. അപ്പോൾ ട്രിപ്പ് കിട്ടുമോ ഇല്ലെന്നൊന്നും അറിയില്ല. നാളെയാണ് ഹോസ്പിറ്റൽ കേസ്. നാളെ രാവിലെ പോകണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്. അപ്പോൾ ഇപ്പം തന്നെ ഇവിടുന്ന് പുറപ്പെട്ടാലേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ആക്കും പോലെ ട്രിപ്പ് എടുത്ത് പോകാൻ പറ്റുള്ളൂ. കാരണം ഡെസ്റ്റിനേഷൻ ഇട്ട് പോകല്ലേ. മറ്റേത് കറക്റ്റ് സമയത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും നിർത്തിയിടാൻ പറ്റില്ല. ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് അങ്ങനെ പോകേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ആക്കും പോലെ ഡെസ്റ്റിനേഷൻ ഇട്ട് എവിടെയൊക്കെ നിർത്തിയിട്ടൊക്കെ ആക്കും പോലെ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ പോവാം. വേണമെങ്കിൽ എയർപോർട്ടിലൊക്കെ നിർത്തിയിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പോയാൽ മതി. എന്തായാലും ചെന്ന് നോക്കട്ടെ. ഞാൻ ആദ്യം റൂമിലേക്ക് പോകണം. റൂമിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കണ്ടേ. ഏതായാലും പോവല്ലേ. അപ്പോൾ പിന്നെ സാധനം എടുത്തിട്ട് വേഗം റൂമിൽ നിന്ന് ഇറങ്ങട്ടെ. ഇന്നിപ്പോൾ നമ്മൾ ഊബറിൽ ഒറ്റ ട്രിപ്പ് എടുത്തില്ല കേട്ടോ. ഫുള്ള് റാപ്പിഡോയിലാണ് എടുത്തത്. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ഇട്ട് പോകുമ്പോൾ ഊബറെ നമ്മൾ രക്ഷിക്കോളൂ കേട്ടോ. കാരണം റാപ്പിഡോക്ക് അങ്കമാലി വരെ അത് ചാലക്കുടി അങ്ങനെ എന്തോ ഉള്ളൂ. അതിൻ്റെ ഒരു അതിർത്തിയൊക്കെ കഴിഞ്ഞ ട്രിപ്പ് അടിക്കൂല. അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഇട്ട് പോക്കൊന്നും റാപ്പിഡോയിൽ നടക്കൂല. ഊബറിൽ അതൊക്കെ നടക്കുള്ളൂ. ഊബറും കേരള സവാരി ഓപ്പൺ ആക്കിയിട്ട് പോവാം. കേരള സവാരിയിൽ ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ട്രിപ്പ് അടിക്കുന്നുണ്ടെന്നൊക്കെ ചിലവർ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും കിട്ടണമെങ്കിൽ കിട്ടട്ടെ.
ഊബറും കേരള സവാരിയും പാടും ഓണാക്കിയിട്ട് നേരെ വിടട്ടെ. ആദ്യം കാക്കനാട് പോട്ടെ, റൂമിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കണം, എടുത്തിട്ട് ഇറങ്ങട്ടെ. അങ്ങനെ കേസ് നമ്മൾ റൂമിലെത്തി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ നാട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പെരിന്തൽമണ്ണക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. കേരള സവാരി റാപ്പിഡൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ എയർപോർട്ട് ഭാഗത്ത് ഇങ്ങനെ പോട്ടെ, എയർപോർട്ടിൽ പോയി നിൽക്കാം. അതാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ കരുതുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല, എന്താ അറിയില്ല. ഞാൻ എയർപോർട്ട് വരെ കാലി പോയിട്ട് അവിടെ കുറച്ച് നേരം ക്യൂവിൽ നിന്നിട്ട് ഇറങ്ങാനുള്ള പരിപാടിയില്ല. ഇനി അവിടുന്ന് എയർപോർട്ടിൽ നിന്നാകുമ്പോൾ ഡെസ്റ്റിനേഷൻ ഇടാനും പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും നോക്കി നോക്കട്ടെ, ഇനി അടുത്ത ട്രിപ്പ് അടിക്കുമ്പോൾ കാണാം. അങ്ങനെ ഞാൻ ഒരു 3-4 സമയപ്പോൾ ഇവിടെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, 100 രൂപയൊക്കെ കൊടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. 225 വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ ക്യൂവിൽ. അപ്പോൾ ഞാനെന്തായാലും ഇത് 2 മണിക്കൂറത്തേക്കാണ് ഈ പാർക്കിംഗ് ഉള്ളത്. 3:02 ഇപ്പോൾ കയറിയത്. അപ്പോൾ 5:02 ആകുമ്പോഴത്തേന് 2 മണിക്കൂർ നിൽക്കണുള്ളൂ. 2 മണിക്കൂറേ ഇവിടെ നിൽക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ട്രിപ്പ് അടിച്ചാൽ മാത്രമേ എടുക്കണുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യണത്, 100 രൂപയും കൊടുത്തിട്ട്. അപ്പം ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ 30 രൂപ വെച്ചിട്ട് ഇങ്ങനെ ഓരോ മണിക്കൂറിന് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ 2 മണിക്കൂർ വരെ നോക്കി നോക്കാം. 225 വണ്ടികളുണ്ട്, ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് കിട്ടിയാലേ കാര്യമുള്ളൂ, എറണാകുളം ഭാഗത്തേക്ക് കിട്ടും, പക്ഷേ അത് കിട്ടിയിട്ട് കാര്യമല്ല. അപ്പോൾ ഏതായാലും നോക്കി നോക്കട്ടെ. അതിലിപ്പോൾ CNG 3 ഘട്ടം ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് കയറോളം 4 ഘട്ടം ഉണ്ടായിരുന്നു, അവിടുന്ന് അടിച്ചാൽ മതിയായിരുന്നു അത്താണിക്കന്ന്. ഒരു ഭാഗ്യ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എയർപോർട്ടിലേക്ക് എത്തിയൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ വിഷ്ണു ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ വിഷ്ണുവിനെ വിളിച്ച് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഞാൻ പാർക്കിംഗ് സ്ഥലം മാറ്റി. അവന് ഇൻ്റർനാഷണലിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ് അവിടെ കൊണ്ടുപോയി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ വീഡിയോ കാണുന്ന ഒരാൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ ഒന്ന് മെസ്സേജ് അയച്ച് നോക്കിയതാ, ഞാൻ അവിടെ ഉണ്ടോ എന്ന് നോക്കിയാണ്ട്. അപ്പോൾ കറക്റ്റ് ഞാൻ ഇൻ്റർനാഷണലിൻ്റെ അവിടെ തന്നെ ഉണ്ട്, എയർപോർട്ടിൽ തന്നെ ഉണ്ടായത് ഭാഗ്യം. എന്നിട്ട് ഇൻ്റർനാഷണലിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ആൾ, സൗദിയിൽ നിന്ന് ഇടുന്ന വരികയാണ്. അപ്പോൾ എന്നെ അങ്ങനെ വിളിച്ചു. 400 എത്ര ഊബറിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഫെയർ. ആകെ അവിടുന്ന് 7 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ, ഇവിടുന്ന് അത്താണിയിൽ നിന്ന് പറവൂർ പോണ റോട്ടിൽ. അപ്പോൾ 500 രൂപ തന്ന്, 100 രൂപ ടിപ്പും തന്നിട്ടുണ്ട്. ഇനി എന്തായാലും CNG അടിച്ചിട്ടാണ് കയറാം. അപ്പോൾ വിഷ്ണുവിന് പപ്സ് വേണമെന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ പപ്സും വാങ്ങണം, 2 പപ്സും വാങ്ങിയിട്ട് CNG അടിച്ചിട്ട് അത്താണി പോയി CNG അടിക്കണം. അവിടെ കുറച്ച് അവിടെ ദേശം വരെ പോകണം, എന്നിട്ടേ യൂട്ടൺ അടിക്കാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, CNG അടിച്ചിട്ട് കയറിഞ്ഞാകെ 3 പുള്ളിയേ ഉള്ളൂ. 3 പുള്ളിയിൽ ഇപ്പോൾ കുറച്ച് ഓടും ചെയ്തല്ലോ. നേരത്തെ എയർപോർട്ട് കൊണ്ടേ ആക്കിയപ്പോഴാണ് 3 പുള്ളി ആയത്. അപ്പം ഇനി എന്തായാലും CNG ഫുൾ ടാങ്ക് ആക്കിയിട്ട് കയറാം. അങ്ങനെ CNG അടിക്കൽ പരിപാടി കഴിഞ്ഞിട്ടോ. കഴിഞ്ഞ CNGയിൽ 143 കിലോമീറ്റർ ഓടിയുണ്ട്. അതങ്ങനെ 0 ആക്കിയിട്ടുണ്ട്. 618 രൂപ കേട്ടായത് CNG അടിക്കാൻ. ഇനി 2 പപ്സും വാങ്ങിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് തന്നെ പോട്ടെ. നമ്മൾ വീണ്ടും എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. 4:45 അതിൻ്റെ സമയം. CNG അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനെ സമയം ഒരുപാട് ലേറ്റായി. ഞാൻ 2 കടി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, ചെറുതായിട്ട് ഇങ്ങനെ വിശക്കണുണ്ട്. ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പേ വിഷ്ണുവിൻ്റെ ഫ്രണ്ടൊക്കെ പോയിട്ടുണ്ട്, ട്രിപ്പ് അടിച്ച് പോയി. മൂവാറ്റുപുഴയ്ക്ക് എടുക്കുക ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 കടിയും വാങ്ങിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ഇതോടെ കഴിക്കട്ടെ, ഇന്ന് ഫുഡ് കഴിച്ചിട്ടില്ല, ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. സമയം 6:32 ആയിട്ടോ. നമുക്ക് ഇതുവരെ ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന്. 6:40 നമ്മളെ സമയം കഴിയുക. 5:40 ഞാൻ കയറിയത്. 5:40 എത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബില്ല് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഇറങ്ങുമ്പോഴാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഏകദേശം ഒരു 5:40 ഞാൻ സമയം നോക്കിയത്. അപ്പോൾ 6:40 ആകുമ്പോൾ ഇറങ്ങണം. 33 ഞാൻ എന്തായാലും ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ, അല്ലെങ്കിൽ ഇനി വെറുതെ പൈസ കൊടുക്കാന്നല്ലാണ്ട് ഒന്നും ആവൂല. ഇപ്പോൾ ഒരു അരൂർക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അരൂർ എവിടെയാണെന്ന് എനിക്കറിയില്ല, ഇൻ്റർസിറ്റി ട്രിപ്പാണ്. അത് കിട്ടിയില്ല. അരൂർ ഒല്ലൂരാണെങ്കിൽ പറ്റീന, അത് തൃശ്ശൂരാണ്. ഇത് പലൂരാണ്, അതിപ്പോൾ എവിടെയെന്ന് അറിയില്ല. എന്തായാലും ഞാൻ പുറത്തിറങ്ങി നോക്കട്ടെ. 33 7 മിനിറ്റും കൂടി കഴിഞ്ഞാൽ 30 രൂപ വെച്ചിട്ട് അഡീഷണൽ പിടിക്കൽ തുടങ്ങും. അപ്പോൾ പിന്നെ പുറത്ത് പോയിട്ട് ഒരു അരമണിക്കൂറും കൂടി നിന്ന് നോക്കട്ടെ. അരമണിക്കൂർ കൂടി നിന്നിട്ട് ട്രിപ്പ് അടിക്കണില്ല എന്നുണ്ടെങ്കിൽ നേരെ വിടേണ്ടി വരും. അപ്പോൾ ഏതായാലും നമ്മളെ ടോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ പൈസയും കൊടുത്തിട്ട് വേഗം പുറത്തിറങ്ങട്ടെ. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം നിന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് അടിക്കണില്ല എന്നുണ്ടെങ്കിൽ നേരെ ഒറ്റ വിടേണ്ടി വരും, ഒറ്റ മൈൻഡായിട്ട്. പിന്നെ ഏതായാലും എവിടെ നിന്നിട്ട് കാര്യമല്ല. ഇത്രയും നേരം നിന്നിട്ട് ഒറ്റ ട്രിപ്പ് അടിച്ചിട്ടില്ല. പുറത്ത് വണ്ടി ഇടാൻ സ്ഥലമല്ല, ഒക്കെ ഫുള്ളായിക്കണം. ഇനി ബാക്കിയുള്ളതൊക്കെ നോ പാർക്കിങ്ങാണ്. അപ്പം ഇനിയിപ്പോൾ അവിടെ കടന്നുകൊണ്ട് അതിൻ്റെ ഫൈൻ കൊടുക്കണ്ട. അപ്പോൾ തന്നെ 100 രൂപ പാർക്കിംഗ് ഫീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യം അത് 2 മണിക്കൂർ ആവണതിന് മുമ്പ് തന്നെ ഇറങ്ങിയതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇനി എക്സ്ട്രാ കൊടുക്കണം 30 നമുക്ക് നഷ്ടമായിന്. കാരണം ഇനി എത്ര നേരം നിൽക്കണമെന്നൊന്നും അറിയില്ല. ഇപ്പോൾ നമ്മളപ്പം തന്നെ ഉച്ചക്ക് അപ്പം തന്നെ പോയിക്കണമെങ്കിൽ ഏകദേശം ഇപ്പോൾ എത്താനായിട്ടുണ്ടാവും വീട്. അത് നോക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല. ഇതടിക്കണം. നമ്മളെ എയർപോർട്ടിൻ്റെ പരിധി കഴിഞ്ഞപ്പോഴേ നമ്മളെ പാതാളം ഏലൂർ ഭാഗത്തേക്കാണ് ട്രിപ്പ് അടിക്കണേ. നമ്മളെ ക്യൂവിൻ്റെ ഇത് പോയിട്ടുണ്ട്. ഞാൻ നേരെ തൃശ്ശൂരിലേക്ക് ഇത് ഡെസ്റ്റിനേഷൻ ഇട്ടു. അല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് അങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ട് നിൽക്കും.
പെരിന്തൽമണ്ണക്ക് ഇടാം. ഇനി എവിടെ ഒരു സ്റ്റോപ്പില്ല കേട്ടോ. ഇനി നേരെ ഒറ്റ പോക്ക്. അതിനിടയ്ക്ക് ട്രിപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ അടിക്കട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോവാ. ഓ ഇവിടെ ഇതൊരു വണ്ടി ആക്സിഡൻ്റ് ആയി കിടക്കണേ. ടാക്സി വണ്ടി കേട്ടോ, ഫ്രണ്ട് മൊത്തം പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കറക്റ്റ് 10 മണിയായപ്പോൾ നമ്മളിവിടെ പെരിന്തൽമണ്ണയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് പെരിന്തൽമണ്ണയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ജംഗ്ഷനിലാണ് കേട്ടോ നമ്മളെ ബൈപ്പാസിൽ. അപ്പോൾ ഇതുവരെ നമുക്കൊരൊറ്റ ട്രിപ്പ് പോലും അടിച്ചില്ല കേട്ടോ ഊബറിൽ. കേരള സവാരിയിലും ട്രിപ്പ് അടിച്ചിട്ടില്ല. കേരള സവാരിയും ഊബറും രണ്ടും ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ലൊക്കേഷനും വേണ്ട, ഒന്നും വേണ്ട. ഈ ഊബറിലേ ഞാൻ തൃശ്ശൂർ റൗണ്ട് കൂടിയാണ് പോകുന്നത്. ഒറ്റ ട്രിപ്പ് അവിടെ നിന്ന് അടിച്ചില്ല, ഒരു ലോക്കൽ പോലും അടിച്ചില്ല. ഇനി ഊബറിൻ്റെ ആപ്പിന് എന്തെങ്കിലും പറ്റിയതാണോ അതോ നമ്മൾ ഇന്ന് ഫുള്ള് റാപ്പിഡ് ഓടിയോണ്ടേ ഊബർ തെറ്റിക്കാണ് എന്താ അറിയില്ല. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോഴേ എന്തായാലും 2000 റുപ്യയിൽ ആക്കണം. അതാണ് പ്ലാൻ. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ തൃശ്ശൂർ കുറച്ച് ലോക്കൽ ഓടിയിട്ടേ എറണാകുളത്തേക്ക് ട്രിപ്പ് ഇട്ടുമ്പോൾ പോകാനാണ് കരുതണത്. ഓക്കെ ഗൈസ്, ഇന്നിപ്പോൾ ഡെസ്റ്റിനേഷൻ ഇട്ട് പോന്നിട്ട് ഒന്നും നടന്നില്ല. നമ്മൾ ഉച്ചക്ക് 2 മണിക്ക് എന്തോ പുറപ്പെട്ടതാ. അപ്പം തന്നെ പോന്നാൽ മതിയായിരുന്നു. എന്താ പിന്നെ വീട്ടിലെത്തി ഫുഡും കഴിച്ച് കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വെറുതെ എയർപോർട്ടിൽ വെറുതെ അവിടെ കടന്ന് ടോളിൻ്റെ പൈസയും കൊടുത്ത് അവിടെ നിന്ന്. അപ്പോൾ ഏതായാലും ഓക്കെ, ഇനി നാട്ടിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കാണാം.